നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊതുകുകളെ അകറ്റാനുള്ള ആരോഗ്യകരവും ലളിതവുമായ 19 വീട്ടുവൈദ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1. വെളുത്തുള്ളി നീര്. കുറച്ച് വെളുത്തുള്ളി അല്ലികൾ അരച്ച് 2 കപ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. വെള്ളത്തിൻ്റെ അളവ് പകുതിയാകുന്നത് വരെ അത് തിളപ്പിക്കുക. അതിനുശേഷം വെള്ളം തണുക്കാൻ അനുവദിക്കുക. ഈ വെളുത്തുള്ളി വെള്ളം അരിച്ചെടുത്ത് ഒരു സ്പ്രേ കുപ്പിയിൽ ശേഖരിക്കുക. ഈ വെളുത്തുള്ളി വെള്ളം മുറിക്ക് ചുറ്റും തളിക്കുക. വെള്ളം വീടിനകത്തോ പുറത്തോ ഒക്കെ തളിക്കാം. വെളുത്തുള്ളിയുടെ ഗന്ധം ചുറ്റും പരത്തിക്കൊണ്ട് കൊതുകുകളെയും മറ്റ് പ്രാണികളെയും മാറ്റി നിർത്താൻ അത് സഹായിക്കും. വെളുത്തുള്ളി ചതച്ച് ചാറെടുത്ത് ശരീരത്തിൽ പുരട്ടിയാലും കൊതുകുകളിൽ നിന്ന് രക്ഷ നേടാം. 2. ആപ്പിൾ സിഡർ വിനെഗർ. 1 കപ്പ് ആപ്പിൾ സിഡർ വിനാഗിരിയും 1 കപ്പ് വെള്ളവും നന്നായി ഇളക്കുക. ഒരു സ്പ്രേ കുപ്പിയിൽ ഈ മിശ്രിതം ശേഖരിക്കുക. ഈ മിശ്രിതം വീടിന് ചുറ്റും തളിക്കുക. വെള്ളത്തിൽ ലയിപ്പിക്കാത്ത ആപ്പിൾ സിഡർ വിനാഗിരി വീടിന് ചുറ്റുമുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റ് നനഞ്ഞ സ്ഥലങ്ങളിലും തളിക്കാം. അത് കൊതുക് ലാർവകളെ നശിപ്പിക്കുന്നതാണ്. വിനാഗിരി വെള്ളത്തിൽ ലയിപ്പിച്ച് വേണമെങ്കിൽ ശരീരത്തിൽ പുരട്ടുകയുമാവാം. 3. കർപ്പൂരം. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കർപ്പൂരം എടുത്ത് കത്തിക്കുക. അതിനുശേഷം അത് മുറിയുടെ എല്ലാ വാതിലുകളും ജനലുകളും അടച്ച ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മുറിയിൽ വയ്ക്കുക. അത് കൊതുകുകളെ തുരത്താനായിട്ട് ഫലപ്രദമാണ്. കൊതുകടി കുറയ്ക്കാനും വീടിനുള്ളിൽ വായുവിൻ്റെ ഗുണനിലവാരം ഉയർത്താനും ഇത് സഹായിക്കും. 4. ഇഞ്ചിപ്പുല്ലിൻ്റെ എണ്ണ. 5 തുള്ളി ഇഞ്ചിപ്പുല്ലെണ്ണ, എള്ളെണ്ണ, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ തുടങ്ങിയ ഏതെങ്കിലും ഒരു കാരിയർ എണ്ണയുമായി ചേർത്ത് ഇളക്കുക. ഇത് ചർമ്മത്തിൽ പുരട്ടാം. അതല്ലെങ്കിൽ ഇഞ്ചിപ്പുല്ല് എണ്ണ ലയിപ്പിച്ച വെള്ളം കൊണ്ട് മുറി തുടച്ചു കഴിഞ്ഞാലും കൊതുക് വരില്ല. 5. വേപ്പെണ്ണ. 2 ടേബിൾ സ്പൂൺ വേപ്പെണ്ണയും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ മിശ്രിതം നന്നായി പുരട്ടുക. കൊതുക് കടിക്കാതിരിക്കും. വീട്ടിൽ കൊതുക് വരാനിടയുള്ളിടത്തും മറ്റും വേപ്പെണ്ണ നേർപ്പിച്ച് സ്പ്രേ ചെയ്താലും ഫലപ്രദമാണ്. 6. പെപ്പർമിൻറ്റ് ഓയിൽ. 10 തുടങ്ങി 12 തുള്ളി വരെ പെപ്പർമിൻറ്റ് എണ്ണയും 30 മില്ലി വെളിച്ചെണ്ണയും നന്നായി യോജിപ്പിച്ച ശേഷം കൈകളിലും കാലുകളിലും പുരട്ടാം. അത് ഫലപ്രദമാണ്. 7. കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി അല്പമെടുത്ത് ചെറിയ പാത്രങ്ങളിലാക്കി വീടിൻ്റെ പല ഭാഗങ്ങളായി തുറന്നു വയ്ക്കുക. കാപ്പിപ്പൊടിയുടെ മണം കൊതുകുകളെ വീട്ടിൽ നിന്ന് അകറ്റും. 8. ആര്യവേപ്പ്. ആര്യവേപ്പ് കൊണ്ട് കൊതുകുകളെ തുരത്താൻ സാധിക്കും. ആര്യവേപ്പില ഇട്ട് കാച്ചിയ എണ്ണ ദേഹത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ കൊതുകുകൾ ദേഹത്ത് കടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. 9. പപ്പായയുടെ ഇല. പപ്പായയുടെ ഇലയുടെ നീര് കൊതുക് ലാർവകളെ ഉള്ള വെള്ളത്തിൽ ഒഴിച്ചാൽ ആ ലാർവകൾ നശിക്കും. പപ്പായ തണ്ടിൽ മെഴുക് ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കുന്ന മെഴുകുതിരി കത്തിച്ചാൽ കൊതുകുകളെ അറ്റി നിർത്താൻ പറ്റും. 10. തുളസി, റോസ്മേരി, വേപ്പ്, ഇഞ്ചിപ്പുല്ല്, പുതിനച്ചെടി മുതലായ ചെടികൾ കൊണ്ടുള്ള പ്രയോഗമാണ്. ഈ ചെടികൾ കൊണ്ട് കൊതുകുകളെ തുരത്താൻ സാധിക്കും. വീടിൻ്റെ പരിസരത്ത് ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുക. തുളസി, റോസ്മേരി, വേപ്പ്, ഇഞ്ചിപ്പുല്ല്, പുതിനച്ചെടി. ഇല്ലെങ്കിൽ ഈ ചെടികൾ സാധിക്കുന്നവ ചെടിച്ചട്ടിയിൽ നട്ട് അത് മുറിയിൽ സൂക്ഷിച്ചാലും ഫലപ്രദമാണ്. 11. വെളുത്തുള്ളിയുടെ തൊലി. വെളുത്തുള്ളിയുടെ തൊലി പേപ്പർ ഉപയോഗിച്ച് കത്തിക്കുക. ഇതിൻ്റെ പുക കൊതുക് വരുന്ന ഭാഗത്ത് വെച്ചാൽ കൊതുകുകൾ അകന്നു പോകുന്നതാണ്. 12. ചെറുനാരങ്ങ. ചെറുനാരങ്ങ മുറിച്ച് അതിനുള്ളിൽ ഗ്രാമ്പു കുത്തിവെക്കുക. 3-4 ഗ്രാമ്പുവെങ്കിലും കുത്തിവെക്കണം. വാതിലുകൾ, ജനലുകൾ ഒക്കെ തുറന്നെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കൊതുക് വരാതിരിക്കാൻ നല്ലതാണ്. നാരങ്ങയുടെ നീര് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ്. 13. തുമ്പച്ചെടി. തുമ്പച്ചെടി പറിച്ചെടുത്ത് ചിരട്ടക്കനലിന് മുകളിൽ വെച്ച് സന്ധ്യാസമയത്ത് പുകയ്ക്കുകയും ആ പുക മുറിക്കുള്ളിൽ അല്പനേരം തങ്ങി നിൽക്കാൻ അനുവദിക്കുകയും ചെയ്താൽ കൊതുകുകൾ അകന്നു പോകുന്നതാണ്. 14. ഒരു പൊതുവായിട്ട് പുകയ്ക്കുന്ന ഒരു നല്ലൊരു മരുന്നാണ് പറയുന്നത്. ആര്യവേപ്പിൻ്റെ ഇല, തുളസി ഇല എന്നിവ കുറച്ച് എടുത്ത് തണലത്ത് 3-4 ദിവസം ഇട്ട് ഉണക്കി അത് കൈകൊണ്ട് ഞെരടി പൊടിച്ചെടുക്കുക. ഇതൊരു മൺപാത്രത്തിലിടുക. അതിലൽപ്പം കുന്തിരിക്കവും ഇട്ട് ഇളക്കുക. അതിലേക്ക് അല്പം കനൽ വാരിയിട്ട് മുറിയിൽ വെച്ച് പുകയ്ക്കുക. കനലില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ലത് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ കത്തിച്ച് ഇട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് കിടത്തുക. ഇത് സന്ധ്യാസമയത്ത് പുകയ്ക്കുന്നത് വളരെ ഫലപ്രദമാണ്. 15. ലിക്വിഡ് വെപ്പറൈസറിൻ്റെ നമ്മുടെ പ്രകൃതിദത്തമായ രീതിയാണ്.
ഒരു എം ടി ആയിട്ടുള്ള വെപ്പറൈസർ എടുക്കുക, അതിൻ്റെ ഫില്ലർ എടുക്കുക. ആ റീഫില്ലർ ബോട്ടിലിൽ ആര്യവേപ്പിൻ്റെ ഇല പൂവോടുകൂടിയാണെങ്കിലും വളരെ നല്ലത്, ഇനി ഇല മാത്രമാണെങ്കിലും കുഴപ്പമില്ല. അത് അരിച്ച് എടുക്കുക. അതിൽ അല്പം വെള്ളം ചേർത്ത് നിറപ്പിച്ച് തിളപ്പിക്കുക. അത് തണുത്ത ശേഷം കുറച്ച് കർപ്പൂരം പൊടിച്ച് അതിൽ ചേർത്ത് ഇളക്കുക. റീഫിൽ ബോട്ടിലിൽ ഇതൊഴിച്ച് നമ്മുടെ സാധാരണ വെപ്പറൈസറിൽ അത് വെച്ച് പ്ലഗിൽ കുത്തുക. വേപ്പില കിട്ടാനില്ലെങ്കിൽ വേപ്പെണ്ണ ഡൈല്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. 16 കർപ്പൂരാതി തൈലം ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ കൊതുക് കടിക്കില്ല. ഇനി കർപ്പൂരാതി തൈലം കിട്ടിയില്ലെങ്കിൽ പൊടിച്ച കർപ്പൂരത്തിൽ തുളസിയുടെ നീര് ലയിപ്പിച്ച് പുരട്ടിയാലും മതി. 17 അപരാജിത ധൂപചൂർണം ആയുർവേദ കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത് പുകച്ചു കഴിഞ്ഞാൽ കൊതുക് വരില്ല. 18 സോപ്പ് പൊടിയുടെ ഒരു പ്രയോഗമാണ്. സോപ്പ് പൊടി കുറച്ചെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിൽ 50 മില്ലി വേപ്പെണ്ണ ഒഴിക്കുക. ഇത് വീടിന് ചുറ്റും തളിക്കുക. അങ്ങനെ വരുമ്പോൾ കൊതുക് പോകും. 19 കരിനൊച്ചിയില, രാമതുളസി, കാട്ടുതീർത്താവ്, ഈ 3 ഔഷധങ്ങൾ കൊണ്ട് ഉള്ള പ്രയോഗമാണ്. കരിനൊച്ചിയില, രാമതുളസി, കാട്ടുതീർത്താവ് ഇവയുടെ ശിഖരങ്ങൾ എടുത്ത് ചേർത്ത് കെട്ടി ജനലരികിലോ വാതിൽപ്പടിയിലോ ഒക്കെ തൂക്കിയിടുക. അങ്ങനെ വരുമ്പോൾ കൊതുക് അകത്തേക്ക് പ്രവേശിക്കില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവ പ്രയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇത് ആരോഗ്യത്തിന് യാതൊരു ദോഷം ചെയ്യില്ല, പലതും ഗുണം ചെയ്യുന്നവയാണ്. മാത്രമല്ല കൊതുകുകളെ തുരത്തുകയും ചെയ്യാം. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.